ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് ഇപ്പോൾ അവർക്കൊരു ഫൺ ബലൂൺ ടാസ്ക് കൊടുത്തു. മറ്റേ കാലിൽ കെട്ടി ഉള്ള ആ ഒരു ടാസ്ക്, അത് ക്ലാസിക് ടാസ്ക് ആണ്. ബിഗ് ബോസിന്റെ എല്ലാ സീസണിലും ഉണ്ടാവാറുള്ള ടാസ്ക് ആണ്. എല്ലാരും വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ട് കൊടുത്തതാണ്. പക്ഷെ അവരിങ്ങനെ ഓടിക്കളിക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. രണ്ട് കാലിലുമായിട്ട് രണ്ട് ബലൂൺ കെട്ടണം, എന്നിട്ട് ഓടി നടന്ന് രണ്ട് ബലൂണും പൊട്ടിക്കണം. അതാണ് ഈ ഒരു ടാസ്ക്. ആദ്യത്തെ റൗണ്ടിൽ അപ്സരയുടെ രണ്ട് ബലൂണും പൊട്ടി. അപ്സരയാണ് ആദ്യത്തെ റൗണ്ടിൽ ഔട്ടായത്. അപ്സര മാത്രമേ ഔട്ടായുള്ളൂ. വളഞ്ഞിട്ടടിച്ചു എന്നൊക്കെയാണ് അപ്സര പറയുന്നത്. അപ്സരയ്ക്ക് അങ്ങനെ സംസാരിക്കാനും അറിയാമെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. രണ്ടാമത്തെ റൗണ്ടിൽ അൻസിബ, ശ്രീരേഖ, നോറ, റസ്മിൻ എന്നിവർ ഔട്ടാവുന്നുണ്ട്. മൂന്നാമത്തെ റൗണ്ടില് ജിൻഡോയും സായിയും ഔട്ടാവുന്നുണ്ട്. നാലാമത്തെ റൗണ്ടിൽ 7 പേരാണ് ബാക്കിയുള്ളത്. പിന്നെ എങ്ങനെയൊക്കെയോ ആ ലിസ്റ്റ് ചുരുങ്ങി. അഭിഷേക് എസ്, മുടിയൻ, അർജുൻ, അഭിഷേക് കെ എന്നിവരാണ് ബാക്കിയായത്. അതിൽ തന്നെ ചേച്ചി എന്ന് വിളിച്ച് അഭിഷേക് എസ് ശരണ്യയുടെ ബലൂൺ ചവിട്ടി പൊട്ടിച്ചത് കിടുവായിരുന്നു. പുറകിന്ന് വന്ന് വട്ടം വെച്ച് പൊട്ടിച്ചു കളഞ്ഞു ശരണ്യയുടെ ബലൂണ്. ഒറ്റ ബലൂണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു പോയിന്റ് ആയപ്പോൾ വലിയ ശതമാനം ആളുകളും ഔട്ടായി. അതുകൊണ്ട് കമന്ററി ഒക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് വേണ്ടി. ഋഷി അഭിഷേകിന്റെ ബലൂൺ പൊട്ടിക്കുന്നത്, അഭിഷേക് എസിന്റെ. പിന്നെ ബാക്കിയുള്ളത് മറ്റേ അഭിഷേകും പിന്നെ അർജുനും ഋഷിയുമാണ്. ഈ ടാസ്കിൽ ഏറ്റവും സ്കോർ ചെയ്ത 2 പേരാണ് അർജുനും ഋഷിയും. അർജുൻ ഓടിച്ചിട്ട് പിടിച്ചാണ് ഓരോരുത്തരെയും ഔട്ട് ആക്കിണ്ടിരുന്നത്. സോഫയുടെ മുകളിലൂടെ ഒക്കെ ചവിട്ടി ഓടി കളിച്ചാണ് ഔട്ട് ആക്കിണ്ടിരുന്നത്. പിന്നെ പൊക്കമുള്ളതിന്റെ അഡ്വാൻറ്റേജും അർജുനുണ്ട്. ഋഷിയുടെ കാര്യം ഇവിടുത്തെ ഡാൻസ് കളിക്കുന്ന ഒരാളാണ്. കാലിനൊക്കെ ഭീകര ഫ്ലെക്സിബിലിറ്റിയാണ്. രണ്ടുപേരും തമ്മിൽ അവസാനത്തെ ഫേസ് ഓഫിൽ ആര് വിജയിക്കുമെന്ന് കണ്ടറിയണം. അർജുന് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായി, അതുകൊണ്ട് ടാസ്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. കളി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.